കാർബൺ ഡയോക്സൈഡും ഓക്സിജനും. ഹെസമോൾ ആ പച്ചിലകളെ വീണ്ടും അത്ഭുതത്തോടെ നോക്കി നിന്നു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ വീണ്ടും ഒരു സംശയം തോന്നി. ഹെസമോൾ സബിയുമ്മിയെ നോക്കി ചോദിച്ചു, സബിയുമ്മി, ചെടികൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കാർബൺ ഡയോക്സൈഡും ഓക്സിജനും എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ കാർബൺ ഡയോക്സൈഡും ഓക്സിജനും എന്താണ് സബിയുമ്മി? സബിയുമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഇവ രണ്ടും വായുവിലുള്ള വാതകങ്ങളാണ്. നമുക്ക് ചുറ്റുമുള്ള വായുവിൽ പലതരം വാതകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും. ഹെസമോൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു. നമ്മൾ ശ്വസിക്കുമ്പോൾ വായുവിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് ചെടികൾക്ക് ഉപയോഗിക്കാമല്ലോ. അതേ മോളെ, ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ചെടികൾ വായുവിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നു. വെള്ളവും സൂര്യപ്രകാശവും ഉപയോഗിച്ച് സ്വന്തം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഹെസമോളുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. അപ്പോൾ നമ്മളും ചെടികളും തമ്മിൽ ഒരു ചെറിയ സഹായം നടക്കുന്നുണ്ടല്ലേ സബിയുമ്മി? സബിയുമ്മി സ്നേഹത്തോടെ ചിരിച്ചു. അതേ മോളെ, പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾക്ക് ഓക്സിജൻ ആവശ്യമാണ്. ചെടികൾക്ക് ഫോട്ടോസിന്തസിസിന് കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ്. അങ്ങനെ പ്രകൃതി നമ്മളെ പരസ്പരം സഹായിക്കുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്നു. ഹെസമോൾ ആ പച്ചിലകളെ നോക്കി ചിരിച്ചു. വാവ്, വായുവിലും ഇത്ര വലിയൊരു അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ?